നമ്മുടെ വോട്ട് മേടിച്ചിട്ടാ പോണേ. അയാൾ തന്നെ കയറിയതൊന്നല്ല. മനസ്സിലായ നിങ്ങക്ക്? ഞങ്ങൾ ഓരോരുത്തർ വോട്ട് ചെയ്തിട്ട് പോയതാണ്. ഞങ്ങളുടെ പെൻഷൻ എത്ര നാൾ പിടിച്ചു വെച്ചു, അത് കുറേശ്ശെ ഇന്ന് എന്താ വില കയറ്റം. ഇത് ഞങ്ങളെ പോലെയുള്ള പാവങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതെയായി. വല്ല വിഷം കുടിച്ച് മരിക്കണം. ഇനിയിപ്പോ കടക്ക് പുറത്തൊന്നും പറയണ്ട, ചിലവർക്ക് കുറച്ച് വിഷം തന്നാൽ മതി. ഇതാ കഴിച്ച് അവിടെ മുഖ്യമന്ത്രിയുടെ കാക്ക വീഴാം. ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നാൽ ഞാൻ നേരിട്ട് പറയും, കടക്കുപടി പുറത്തുനിന്ന്. ഞാൻ വോട്ട് ചെയ്തിട്ടല്ല ഈ വന്ന് നിക്കണേ, ഈ വന്ന് കസേര ഇട്ടിട്ട് ഇരിക്കണേ. അല്ല, ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് മൗലിക അവകാശം ഉണ്ട്. എന്തിനാ അങ്ങനെ ഒരു മുഖ്യമന്ത്രി? കടക്ക് പുറത്ത് എന്താ നമുക്ക് അധികാരം? നമ്മുടെ വോട്ട് മേടിച്ചിട്ടാ പോണേ. അയാൾ തന്നെ കയറിയതൊന്നല്ല. മനസ്സിലായ നിങ്ങക്ക്? ഞങ്ങൾ ഓരോരുത്തർ വോട്ട് ചെയ്തിട്ട് പോയതാണ്. അത് എന്തെങ്കിലും ആവശ്യത്തിന് ചെല്ലുമ്പോ കടക്ക് പുറത്തുനിന്ന് ഒരു മുഖ്യമന്ത്രി പറയാൻ പാടുണ്ടോ? അത് ശരിയാണോ? അത് തെറ്റാണോ? തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല. എൻ്റെ വോട്ട് മേടിച്ചിട്ടാണ് ആ കസേരയിൽ പോയിരുന്നത്. ഞാനും കുത്തിൻ്റെ വോട്ട്. എനിക്കൊരു മുഖ്യമന്ത്രി വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തത്. ആ മുഖ്യമന്ത്രിയോട് ഒരാവശ്യത്തിന് കളച്ചു ചെല്ലുമ്പോൾ കടക്കുപടി പുറത്ത്. ഒരിക്കലും പറയാൻ പാടില്ല ഒരു മുഖ്യമന്ത്രിമാരും, അത് കോൺഗ്രസിലായാലും മാർക്സിസ്റ്റിലായാലും മുഖ്യമന്ത്രി. ഞങ്ങളുടെ പെൻഷൻ എത്ര നാൾ പിടിച്ചു വെച്ചു, അത് കുറേശ്ശെ ഇന്ന് എന്താ വില കയറ്റം. ഇത് ഞങ്ങളെ പോലെയുള്ള പാവങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതെയായി. വല്ല വിഷം കുടിച്ച് മരിക്കണം. ഇനിയിപ്പോ കടക്ക് പുറത്തൊന്നും പറയണ്ട, ചിലവർക്ക് കുറച്ച് വിഷം തന്നാൽ മതി. ഇതാ കഴിച്ച് അവിടെ മുഖ്യമന്ത്രിയുടെ കാക്ക വീഴാം. ഇനിയിപ്പൊ നടക്കാൻ പോണത് അതാണ്. അല്ലെങ്കിൽ ഇതിനൊരു മാറ്റം വേണം. ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മാറ്റം വേണമെന്ന്. അതാണ് ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങളുടെ ആവശ്യം മുഖ്യമന്ത്രിയോട് പറയാൻ ഇനി നടക്കില്ല എന്ന് പറഞ്ഞാൽ അയാൾ പോക്കാണ്. ദേഷ്യം തോന്നുന്ന ഇതാണ്. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന്, ഞാൻ പേപ്പർ വായിക്കുന്നുണ്ട്, ദിവസവും പേപ്പർ വായിക്കുന്നുണ്ട്. 80 കൊല്ലം ആയി ഞാൻ ജനിച്ചിട്ട്. 47-ലാണ് എൻ്റെ ജനനം. 1947 ആഗസ്റ്റ് 8-ാം തീയതി എൻ്റെ ജനനം. ഈ കൊല്ലം വരെ ഞാൻ വോട്ട് ചെയ്തിട്ട് ഒരു മുഖ്യമന്ത്രിമാരും പറഞ്ഞിട്ടില്ല കടക്ക് പുറത്തുനിന്ന്. ഞാൻ വോട്ട് ചെയ്യണ ആളാണ്. ഈ വോട്ട് ഇപ്പൊ ഈ പ്രായം വരെ വോട്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഇലക്ഷന് ഞാൻ ഉണ്ടാവില്ലെന്ന് എനിക്കറിയില്ല. ഇപ്പൊ രാഹുൽ ഗാന്ധി എന്തിനാ യുദ്ധം ചെയ്യണ അവിടെ കിടന്ന്? ആർക്ക് വേണ്ടിയാ? രാഹുൽ ഗാന്ധി കല്യാണം കഴിച്ചിട്ടില്ല, ഒരു വീടില്ല, കുടുംബമില്ല, ഒന്നുമില്ല, അമ്മയില്ല. അമ്മ വയസ്സായി, പെങ്ങൾക്ക് ജീവിക്കാനുള്ളതൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ രാഹുൽ ഗാന്ധി ആർക്ക് വേണ്ടി എങ്ങനെ വർത്താനം പറയാനാ? എന്താ അവിടെ കാണിക്കണേ? ബുക്ക് കാണിക്കുന്നു. ബുക്കിലെ കാര്യങ്ങൾ, ചരിത്രങ്ങളാണ് അതൊക്കെ. ഇതൊന്നും പറയാനോ കേൾക്കാനോ ആർക്കും ഇല്ല. അപ്പൊ അവിടെ അടിയുണ്ടാക്കുക. ഇതാണോ വേണ്ടത്? അതെയാ, നമ്മള് എടുക്കണ ജനാധിപത്യ ഭരണം എന്ന് പറഞ്ഞത് എന്തുട്ടാ? ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഭരണമാണ് ജനാധിപത്യ ഭരണം, അല്ലേ? അതല്ലേ? ആ ജനാധിപത്യ ഭരണം അല്ലാതെ അവരെ കയറിയ ചെല്ലുമ്പോ അവർക്ക് തോന്നി വേണം, എന്നിട്ട് അങ്ങോട്ട് കടന്നു ചെന്നാൽ കടക്ക് പടി പുറത്ത്. ഇത് നടക്കണ കാര്യമല്ല. ഞാനും ഈ കേരളത്തിൽ ഇന്ത്യക്കാരി തന്നെയാ. ഈ കേരളത്തിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് കേരളത്തിൽ നന്നായി ജീവിക്കണം, ഞങ്ങൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കിട്ടണം. ഇതിനു വേണ്ടിയാണ് വിടണേ. ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നാൽ ഞാൻ നേരിട്ട് പറയും, കടക്കുപടി പുറത്തുനിന്ന്. ഞാൻ വോട്ട് ചെയ്തിട്ടല്ല ഈ വന്ന് നിക്കണേ, ഈ വന്ന് കസേര ഇട്ടിട്ട് ഇരിക്കണേ. അല്ല, ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് മൗലിക അവകാശം ഉണ്ട്. ഞാൻ ഇന്ത്യയിലെ കേരളത്തിൽ ജനിച്ചവളാണ്. എനിക്ക് മൗലിക അവകാശം ഉണ്ട്. എന്റെ മൗലിക അവകാശം ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. കടക്കുപടി പുറത്തുനിന്ന് പറയുന്ന ഒരു മന്ത്രി വേണ്ട. വളരെ മോശമാണ് ഭരണം. എല്ലാം തട്ടിപ്പും തരികിടയൊക്കെ ആയിട്ട് സാധനത്തിന് വില കൂടുതൽ, ഒന്നിനും ഇതില്ല, സ്ഥിരതയില്ല. പിന്നെ ലോട്ടറി ആണെങ്കിൽ ഒക്കെ പ്രൈസ് ഇല്ലാതെ ലോട്ടറി, എല്ലാം മോശം. വളരെയധികം മോശമായ ഒരു ഭരണമാണ് അവരുടെ ഭരണം. ഇനിയും അവർ അടുത്ത ഇപ്രാവശ്യം ജയിച്ചിട്ട് അവർ ഭരണത്തിൽ വരണം ഞങ്ങൾക്ക് ഒരിക്കലും താല്പര്യമില്ല. അവരെ ഈ 3 വട്ടമായിട്ട് അവർ ജയിച്ചിട്ടുള്ള ഈ ഭരണം വളരെയധികം മോശമായിട്ടുള്ള, ജനങ്ങൾ വെറുത്തു എന്നാൽ അത്രത്തോളം വെറുത്തിരിക്കുന്നു ജനങ്ങൾ. പക്ഷെ ഭരണത്തില് സാധാരണ ജനങ്ങൾ തൃപ്തരല്ല. നമുക്കറിയാം, സാധാരണ ജനങ്ങൾക്ക് എല്ലാ സാധനങ്ങളും വില കൂടുതലാണ്. അങ്ങനെ നോക്കുമ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ സാധാരണ ജനങ്ങൾക്ക് എന്താ കിട്ടണമെന്നും കിട്ടുന്നില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് ജീവിക്കാൻ
സാധാരണ ജനങ്ങൾക്ക് അതേമാതിരി തന്നെ വീട്ടു നികുതിയൊക്കെ കൂട്ടി അതൊക്കെ അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരിക, തൊഴിൽ കുറയുക, ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഭരണം ഒന്ന് മാറിക്കൂടെ എന്ന് ജനങ്ങൾ ചിന്തിക്കുകയാണ്. ഫസ്റ്റ് പുറത്തു പോകേണ്ടത് പിണറായി തന്നെയാണ്. ഭരണം ഇപ്പോൾ ഒരു കുറച്ചധികം നാളായി, 10 വർഷമായല്ലോ അവർ ഭരിക്കാൻ തുടങ്ങിയിട്ട്. ഇത്രയും കാലത്തിനുള്ളിൽ സാധാരണക്കാരായ ഒരാൾക്ക് നന്നായി ജീവിക്കാൻ നമ്മുടെ ലോകത്ത് പറ്റിയിട്ട്, നമ്മുടെ ഈ കേരളത്തിൽ പറ്റിയിട്ടില്ല. പിണറായി സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജനങ്ങളും ഞാനടക്കമുള്ള ഈ പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ വെറുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഏത് നിമിഷവും അവരോട് അവരുടെ ഭരണം നിർത്തി പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ജനങ്ങളും ഏത് മേഖല തൊട്ടാലും, തൊഴിലുറപ്പ് തൊഴിലാളികൾ മുതൽ ആശാ വർക്കർമാർ, അങ്ങനെയുള്ള എല്ലാ മേഖലകളും എല്ലാവരും മടുത്തിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരിനെ കുറിച്ചുള്ളത് ഭരണം ശരിയല്ല. ഈ ഭരണം മാറട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം. കാരണം ഇന്ന് ജനങ്ങൾക്ക് ശരിക്കും നടക്കാൻ പറ്റാത്തൊരവസ്ഥ, രാത്രിയിലായാലും എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഭരണമാണ്. പിന്നെ പെൻഷൻ്റെ കാര്യമായാലും പെൻഷൻ കൂട്ടിക്കൊടുക്കും. ഈ ഇലക്ഷൻ സമയം വന്നതോടു കൂടെയാണ് പെൻഷൻ കൂട്ടിക്കൊടുക്കുക എന്ന് പറയുന്നത്. പക്ഷേ പെൻഷൻ കൂട്ടുമെന്നുള്ളതൊന്നും, അതൊക്കെ വാഗ്ദാനങ്ങൾ മാത്രമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അഭിപ്രായം പറയാൻ ഇത്രയേ ഉള്ളൂ. ആള് വേണ്ട, നമുക്ക് ഈ ഗവൺമെന്റേ വേണ്ട, സർക്കാരേ വേണ്ട. ഞങ്ങൾക്ക് മടുത്തു. വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെ വോട്ടൊക്കെ കൊടുത്തിട്ട് എന്ത് കാര്യം? ഞങ്ങൾക്ക് കിടക്കാൻ ഇടവില്ലാത്ത ആളാണ് ഞങ്ങൾ. അതുപോലെ എനിക്ക് രോഗം വന്നിട്ട് കുറേ അപേക്ഷകളൊക്കെ അയച്ചു. 10 വയസ്സ് എനിക്ക് അതൊന്നും ഉപകാരം ഉണ്ടായിട്ടില്ല. ഈ സർക്കാരിനെ ഞങ്ങൾ എങ്ങനെ വിശ്വസിച്ച് ജീവിക്കും? ഇനി വരുന്ന വോട്ടിന് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ജയിക്കും എന്നുണ്ടെങ്കിൽ ഞങ്ങൾ വോട്ട് തന്നെ കൊടുക്കില്ല. തീരെ താല്പര്യമില്ല, തീരെ താല്പര്യമില്ല പിണറായിയുടെ ഭരണം. കേസിലൊക്കെ പെട്ട് ജയിലിൽ എടുക്കുന്ന ആൾക്കാർ പരോളിൽ എത്രയും പെട്ടെന്ന് പരോളിൽ കൊടുക്കുക. അവരുടെ ജയിലത്തെ വേതനം കേൾക്കുമ്പോൾ ഇന്ന് നമ്മുടെ കൂലിപ്പണിക്കാർക്ക് കിട്ടുന്ന വേതനം കുറവാണ്. പിണറായിയുടെ ഭരണം ശരിയല്ല. ഇനി അടുത്ത ഭരണം വരട്ടെ. അപ്പോൾ ഇത് എപ്പോഴും ഭരിച്ചാൽ ശരിയാവില്ല. 10 വർഷമായിട്ട് സാധാരണക്കാർക്ക് വേണ്ടി സർക്കാർ എന്തെങ്കിലും ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. അവർ ചെയ്യും അവരുടെ കാര്യം, അല്ലാണ്ട് വേറെ ആളുടെ കാര്യം ചെയ്യില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ പാർട്ടി ഇനി തുടർഭരണം വരരുതെന്ന് തന്നെയാണ്. പിണറായി വിജയൻ്റെ ഭരണം ജനങ്ങളെ ഞെക്കിപ്പിഴിയുന്ന രീതിയിലാണ്. കാരണം 10 വർഷത്തെ ഭരണം 5 വർഷം കൊണ്ട് ജനങ്ങളെ 5 വർഷം വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. പിന്നെയുള്ള 5 വർഷം വളരെ ജനങ്ങളെ എല്ലാ രീതിയിലും, ഇപ്പോൾ നിത്യോപയോഗ സാധനങ്ങൾ, അതേപോലെ തന്നെ കറണ്ട് ബില്ല്, വെള്ളം, വെളിച്ചം, വേണ്ട അവസാനം വീട്ടുനികുതി തന്നെയല്ല, നമ്മളിപ്പോൾ ഒരു വീടിന് പെർമിഷൻ വാങ്ങിക്കണമെങ്കിൽ 1600 രൂപ, ഇപ്പോൾ 16,000 രൂപയായി. ലാസ്റ്റ് 5 വർഷം പിണറായി സർക്കാർ വർഗീയതയ്ക്ക് സൈഡ് നിന്നു. വെള്ളാപ്പള്ളിയുടെ വർഗീയത ആളൊന്നും ഒരക്ഷരവും മറുപടി ഒന്നും പറഞ്ഞില്ല. നമ്മളുടെ ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾ ആർക്കും ഒരു സുരക്ഷിതമില്ല. ജീവിതത്തിന്റെ രീതികൾ എന്തെല്ലാം മാറ്റങ്ങൾ. രണ്ടാമത് വന്ന 5 വർഷം മോശമായി. കാരണം ആശാവർക്കർമാർക്ക് ഉള്ള കാശ് വരെ കൊടുക്കാണ്ട് ജയിലിൽ കിടക്കുന്നവർക്ക് വരെ 625 രൂപയൊക്കെ ആക്കിയില്ലേ ഗവൺമെന്റ്. പിന്നെ ക്രിസ്മസിന് മദ്യം ആദ്യം 7 മണിക്ക് അടച്ചായിരുന്നു, പിന്നെ 11 മണിയായി. അതുവരെയൊക്കെ കൂട്ടി ഇങ്ങനെ കൊടുത്തായിരുന്നു. അതൊക്കെ മോശം തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട്ടിൽ. പിന്നെ മൊത്തത്തിൽ ഭരണം ഇപ്പം രണ്ടാമത്തെ 5 വർഷം വളരെ മോശം തന്നെയാണ് ഭരണം. തുടർ ഭരണം കിട്ടിയോട് കൂടിയിട്ട് ഈ 5 കൊല്ലം ഭയങ്കര മോശമായി. എല്ലാ മേഖലയിലും അഴിമതികൾ മാത്രമുള്ള വർഷത്തിൽ. ഇപ്പോൾ എല്ലാ ഓട്ടോറിക്ഷയിലേതായാലും എല്ലാത്തിനും ഫീസ് കൂട്ടി. ഇപ്പോൾ ക്ഷേമനിധി, കൊറോണ സമയത്ത് ക്ഷേമനിധി മുടങ്ങിയതിന് അതിന് പലിശ മേടിക്കുന്നത് അല്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഈ 5 കൊല്ലത്തെ ഈ ഭരണത്തിൽ. ഭരണത്തെ കുറിച്ച് ആരാണ് നല്ല അഭിപ്രായം പറയുക? ആരും നല്ല അഭിപ്രായം പറയില്ല. അത്ര മോശം അഭിപ്രായമാണ് ജനങ്ങൾക്ക്. ഞങ്ങൾക്ക് വളരെ മോശം ഭരണം. 5 കൊല്ലം ഭരണം മോശമായിരുന്നു. ഇപ്പം അതിലും മോശം. ഇതിപ്പോൾ എന്നിട്ട് പറയാനുള്ള അടുത്ത് പറയുന്ന ആൾക്ക് കിട്ടൂല. മരുന്നും കിട്ടുന്നില്ല, ചിലപ്പോൾ ഡോക്ടർമാരുണ്ടാവില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു അഭിപ്രായത്തിൽ ജയിക്കുമെന്ന് തോന്നണില്ല. കാരണം ഇപ്പോൾ ആദ്യത്തെ 5 കൊല്ലം അവർ ഭരിച്ചു, അപ്പോൾ കുറച്ച് കുഴപ്പം നടന്നില്ല. പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ 5 കൊല്ലം വളരെ മോശം തന്നെയായിരുന്നു. അപ്പം ഞങ്ങളുടെ ഈ മേഖലകളായാലും ഇതിലേക്ക് ആയാലും അപ്പോൾ ഞങ്ങൾക്ക് തന്നെ കണ്ടില്ല, അടിക്കടി ഓരോന്നും പറഞ്ഞിട്ട് ടെസ്റ്റിനെ കുറിച്ചിട്ടും പല കാരണങ്ങളും ഉണ്ട്. അതിപ്പോൾ ഞങ്ങൾ ചെറിയ ആൾക്കാർ ഈ ഓട്ടോറിക്ഷ എന്നുള്ള നിലയ്ക്കും ഞങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഇനി അടുത്തത് കയറുമെന്ന് കണ്ടറിയേണ്ടി വരും. ഒരു പാവപ്പെട്ടവരെ സംരക്ഷിക്കും, പാവപ്പെട്ടവർക്ക് വേണ്ടി എല്ലാ സഹായം ചെയ്യുന്നു പറഞ്ഞിട്ട് ഇപ്പോഴും ദാരിദ്ര്യം പിടിച്ച ആൾക്കാർ തന്നെയാണ്. ആർക്കും ഒരു സഹായം ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ 5 വർഷം എങ്ങനെയോ ഭരിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ പെൻഷനൊന്നും കിട്ടാത്ത അവസ്ഥ ജനങ്ങൾക്ക്.